നമസ്കാരം. കൺമുന്നിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ, ആഗ്രഹങ്ങൾ സഫലമാകാൻ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് എന്തുകൊണ്ടും ഉത്തമമാണ്. ഓം നമഃശിവായ. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും ഉമാമഹേശ്വരന്മാരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ അതെല്ലാം മഞ്ഞുപോലെ ഉരുകിത്തീരും. വിവാഹ തടസ്സങ്ങൾ മാറാനും ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാകാനും സകല ആഗ്രഹങ്ങളും സഫലമാകാനും ഏറ്റവും ഉത്തമമായ മാർഗമാണ് തിങ്കളാഴ്ച വ്രതം അഥവാ സോമവാര വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളത്. ജാതകത്തിലെ ചന്ദ്രദോഷങ്ങൾ മാറാനും കുടുംബത്തിൽ ഐശ്വര്യം നിറയാനും ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങൾ മാറാനും ഇത് അത്യുത്തമമാണ്. അർദ്ധനാരീശ്വരനായ ഭഗവാനെയും ദേവിയെയും ഒരുപോലെ പ്രീതിപ്പെടുത്താൻ തിങ്കളാഴ്ച വ്രതം എങ്ങനെ ശരിയായ രീതിയിൽ അനുഷ്ഠിക്കണമെന്ന് നമുക്ക് വിശദമായൊന്ന് നോക്കാം. വ്രതം ആരംഭിക്കേണ്ടത് എപ്പോൾ, എങ്ങനെയെന്ന് വിശദമായി നോക്കാം. വ്രതത്തിൻ്റെ തലേ ദിവസം, അതായത് ഞായറാഴ്ച, മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കി വ്രതത്തിന് തുടക്കം കുറിക്കണം. രാത്രിയിൽ അരിയാഹാരം ഒഴിവാക്കി പഴങ്ങളോ ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണമോ കഴിക്കുന്നതാണ് ഉത്തമം. തിങ്കളാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തിയ ശേഷം ഭക്തിയോടെ നെറ്റിയിൽ ഭസ്മവും കുങ്കുമവും ശിവനും ശക്തിയും പ്രതീകമായി, അതായത് ശിവശക്തി സങ്കല്പം എന്ന രീതിയിൽ ഭസ്മവും കുങ്കുമവും നെറ്റിയിൽ അണിയുക. തുടർന്ന് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നിർബന്ധമായും നടത്തിയിരിക്കണം. അന്നേ ദിവസം ഒരിക്കലൂണ്, അതായത് ഒരു നേരം അരിയാഹാരം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. രാവിലെയും വൈകിട്ടും ലഘുവായ ഭക്ഷണങ്ങളോ പഴങ്ങളോ കഴിക്കാം. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നേദ്യച്ചോറ് കഴിക്കുന്നതാണ് അതിവിശേഷം. അന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങളും നടത്തേണ്ട വഴിപാടുകളും എന്തൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ, ഓം ഹ്രീം നമഃശിവായ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് അത്ഭുതകരമായ ഫലങ്ങൾ നൽകും. പഞ്ചാക്ഷരി മന്ത്രത്തിനൊപ്പം പാർവതീദേവിയുടെ മൂലമന്ത്രമായ, അതായത് ഓം നമഃശിവായ എന്ന മന്ത്രം, അതായത് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം തന്നെ ഓം ഹ്രീം ഉമായൈ നമ ജപിക്കുന്നതും ശിവ സഹസ്രനാമം ജപിക്കുന്നതും ലളിത സഹസ്രനാമം, ഉമാമഹേശ്വര സ്തോത്രം എന്നിവ പാരായണം ചെയ്യുന്നതും ഇരട്ടി ഫലം നൽകും. ക്ഷേത്രത്തിൽ ശ്രീ പരമേശ്വരന് കൂവളത്തിലയും ദേവിക്ക് വെളുത്ത പുഷ്പങ്ങളും സമർപ്പിക്കുക. മഹാദേവന് പിൻവിളക്കും കൂവളമാലയും വഴിപാടായി നൽകാം. ഈ കാര്യങ്ങളും കൂടെ അന്നേ ദിവസം ചെയ്യുകയാണെങ്കിൽ ഫലങ്ങൾ ഇരട്ടിയാണ്. വിവാഹ തടസ്സങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉമാമഹേശ്വര പൂജയോ സ്വയംവര പുഷ്പാഞ്ജലിയോ നടത്തുന്നത് പെട്ടെന്ന് ഫലം നൽകും. ഇനി വ്രതം അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിച്ച് 108 തവണ ഓം നമഃശിവായ ജപിക്കണം. അതോടൊപ്പം തന്നെ ശിവപുരാണമോ ദേവീ മാഹാത്മ്യമോ പാരായണം ചെയ്യുന്നത് നല്ലതാണ്. പിറ്റേന്ന് ചൊവ്വാഴ്ച ദിവസം കുളിച്ച് ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥമോ അല്ലെങ്കിൽ പൂജാമുറിയിലെ തുളസി ജലമോ സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. മാസത്തിൽ ഒരു തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ കഴിയുന്നത്ര തിങ്കളാഴ്ചകളിലോ മുഴുവൻ സമയവും ശിവപാർവതി സ്മരണയോടെ ഈ വ്രതം അനുഷ്ഠിച്ചു നോക്കൂ. ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. മഹാദേവൻ്റെയും ശ്രീ പാർവതിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ശിവോഹം.